വെൽക്കം. 2024 എല്ലാവരും വരവേറ്റിരിക്കുകയാണ്. പലപ്പോഴും പല തീരുമാനങ്ങൾ നാം എടുത്തിട്ടുണ്ടാകാം. ഞാൻ ചില പ്രസംഗങ്ങളും ഒപ്പം തന്നെ പുസ്തകങ്ങൾ വായിക്കാനിടയായി 2024 എങ്ങനെ ടോപ്പ് 1% മാറുവാൻ സാധിക്കും, ഒരു വർഷം കൊണ്ട് 1 കോടി എങ്ങനെ നേടുവാൻ സാധിക്കും, ഈ വിഷയത്തെക്കുറിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ചില ചിന്തകൾ നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ്. ഒപ്പം തന്നെ ഈ ടോക്കിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ എങ്ങനെ ടോപ്പ് 1% മാറുവാൻ സാധിക്കും, എങ്ങനെ ഒരു വർഷം കൊണ്ട് 1 കോടി നേടുവാൻ സാധിക്കും, അങ്ങനെ നേടിയവരുടെ ഹാബിറ്റ് എന്തായിരുന്നു, അവരെന്തായിരുന്നു ചെയ്തത്, അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരുന്നു തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അല്പം ദീർഘമായ വീഡിയോ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ, വലിയ നേട്ടം കൊണ്ടുവരുവാൻ ഈ വീഡിയോ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയത്തെ ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ ജീവായുസ്സിൽ ഏകദേശം 27 വർഷം നാം ഉറങ്ങി തീർക്കുകയാണ്. അത്രയും സമയം തന്നെ 27-28 വർഷം തന്നെ നാം ജോലി ചെയ്യുകയാണ്. ഏകദേശം 2 വർഷം നാം വീട്ടുജോലികൾ ചെയ്യുന്നു. ഏകദേശം 2 വർഷം നാം സോഷ്യലൈസ് ചെയ്യുന്നു. ഏകദേശം 8 മുതൽ 9 മണിക്കൂർ വരെ നാം TV കാണുന്നു. 2 വർഷത്തോളം നാം ഷോപ്പിങ്ങിന് ചിലവഴിക്കുന്നു. ഒരു 4 വർഷം നാം ഭക്ഷണം കഴിക്കാനായിട്ട് സമയം ചിലവഴിക്കുന്നു. 7 വർഷം സോഷ്യൽ മീഡിയയ്ക്കും ഒപ്പം തന്നെ 8-9 വർഷം TV വാച്ച് ചെയ്യുവാൻ നാം ഉപയോഗിക്കുകയാണ്. ഇങ്ങനെയാണ് ശരാശരി മനുഷ്യൻ്റെ ജീവിത ആയുസ് കടന്നു പോകുന്നത്. 70-75 വയസ്സുള്ള മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഭാഗവും എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വിജയം എവിടെയാണ് തുടങ്ങേണ്ടതെന്ന്. അപ്പോൾ വിജയിച്ച ആളുകൾ, ടോപ്പ് 1% ആളുകൾ എന്താണ് ചെയ്തത്, അവരെങ്ങനെയാണ് അങ്ങനെ ആയതെന്ന വിഷയത്തെക്കുറിച്ചും നമുക്ക് ഈ വർഷം ഒരു ടോപ്പ് 1% ആകുവാൻ സാധിക്കുമോ, ഈ വർഷം 1 കോടി നമുക്ക് ഏൺ ചെയ്യുവാൻ സാധിക്കുമോ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതിപാദ്യമാണ് ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ ടോപ്പ് 1% ആളുകൾ അവർ ഈ സമയത്തെക്കുറിച്ച് വളരെ ബോധ്യമുള്ളവരായിരുന്നു. ഓരോ സമയവും എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തവും ശക്തവുമായ ബോധ്യമുള്ളവരായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പേപ്പർ എടുക്കുകയോ അല്ലെങ്കിൽ പേനയോ കാൽക്കുലേറ്ററോ എടുത്ത ശേഷം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, എത്രയും സമയമാണ് നാം പല കാര്യങ്ങൾക്കും, ഉറങ്ങുവാനും വർക്ക് ചെയ്യുവാനും എക്സസൈസ് ചെയ്യുവാനും പഠിക്കുവാനും പുതിയ സ്കില്ല് നേടുവാനും, ഇങ്ങനെ എത്ര സമയമാണ് സോഷ്യൽ മീഡിയ, TV, കമ്പ്യൂട്ടർ, ഇതിനെല്ലാം സമയം ചെലവഴിക്കുന്നതെന്ന് മനസ്സിലാക്കി നോക്കുക. ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ടോപ്പ് 1% ആകുവാൻ സാധിക്കാത്തത്. ടോപ്പ് 1% ആളുകൾ എപ്പോഴും അവരുടെ സമയത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരായിരുന്നു. ഓരോ നിമിഷവും അവർ ചെലവഴിക്കുന്നത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി, അത് ഏറ്റവും ഗുണപ്രദമായി, ഏറ്റവും അധികം സമയത്തെ വാല്യൂ ചെയ്താൽ മാത്രമേ ടോപ്പ് 1% മാറുവാൻ സാധിക്കൂ എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്തയായി ടോപ്പ് 1% എന്നുള്ള ഈ ഹാബിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ് മണി, പണത്തെക്കുറിച്ചുള്ള സമീപനം. പണത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ പല സമീപനങ്ങളും നമ്മൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സൊസൈറ്റി, ഇതെല്ലാമാണ് നമുക്കൊരു സ്വഭാവ രൂപീകരണം, അതല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ 99% ആളുകളുടെയും മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് സ്കൂൾ, ഫാമിലി, ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റി, ചർച്ച്, ഇതെല്ലാമാണ്. അതുകൊണ്ട് തന്നെ 99% ആളുകളും എപ്പോഴും ഒരേപോലെ പ്രവർത്തിക്കുകയും ഒരേപോലെ ചിന്തിക്കുകയും ഒരു 99% എന്ന് പറയുന്ന മെജോറിറ്റി ഗ്രൂപ്പിലേക്ക് മാറുകയാണ്. എന്നാൽ ഈ സൊസൈറ്റിയും ഫാമിലിയും ഫ്രണ്ട്സും ചർച്ചും കമ്മ്യൂണിറ്റിയും എല്ലാം പറയുന്നത് അതിന് വിരുദ്ധമായോ അതല്ലെങ്കിൽ അതിനെ മറികടന്നോ ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കഴിയുമ്പോഴാണ് ടോപ്പ് 1% മാറുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, അസമത്വത്തെക്കുറിച്ച് ഞാൻ പറയും. കുറച്ച് ആളുകളുടെ കയ്യിൽ കുറേ അധികം പണമുണ്ട് എന്ന് പറയുന്നു, കുറച്ച് ആളുകളുടെ കയ്യിൽ ധാരാളം പവർ വന്ന് ചെയ്തെന്ന് പറയുന്നു. ഇതെല്ലാം കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ 1% മാറുവാനായി ഇവർ ചെയ്യുന്ന കാര്യം, ഈ പറയുന്ന എല്ലാവരും ചെയ്യുന്ന, എല്ലാവരും ഫോളോ ചെയ്യുന്ന, എല്ലാവരും ചിന്തിക്കുന്ന, എല്ലാവരും പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് മാറി പ്രവർത്തിക്കുവാൻ ഇവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഈ എഡ്യൂക്കേഷനെ കുറിച്ചും ഈ പുസ്തകങ്ങളും ഞാൻ ധാരാളം കേൾക്കുന്നിടയായി. പലപ്പോഴും അല്ല എല്ലായ്പ്പോഴും നമ്മുടെ പഠനം അവസാനിക്കുന്നത് സ്കൂൾ പഠനത്തോടോ കോളേജ് പഠനത്തോടുകൂടി അവസാനിക്കുകയാണ്. ഡിഗ്രി കഴിയുമ്പോഴോ PG കഴിയുമ്പോഴോ അല്ലെങ്കിൽ PhD കഴിയുമ്പോഴോ ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ പഠനം അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ എംപ്ലോയീസും, ജോലി ചെയ്യുന്നവരെല്ലാം തന്നെ അവരുടെ പഠനം ഒട്ടുമിക്ക ആളുകളും ഫോർമൽ എഡ്യൂക്കേഷനോടൊപ്പം നിർത്തുകയാണ്. എന്നാൽ ഓൺട്രപ്രണേഴ്സായിട്ട് ആളുകൾ അവരുടെ പഠനം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷമാണെന്നുള്ളതാണ് പുസ്തകങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ എഡ്യൂക്കേഷൻ വളരെ പ്രധാനമാണ്. എപ്പോഴും പഠിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഓരോ ദിവസവും ഒരു കാര്യമെങ്കിലും ലേൺ ചെയ്യുവാൻ
പഠിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പണത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും എഡ്യൂക്കേഷനെക്കുറിച്ചും തീർച്ചയായും ഉത്തമ ബോധ്യമുള്ളവർ അത് വളരെ വ്യക്തമായി ഉപയോഗിക്കുന്നവരാണ് 1% എന്നുള്ള ടോപ്പിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിച്ച് നോക്കാം, നമ്മുടെ സമയം നാം എങ്ങനെയാണ് ചെലവഴിക്കുന്നത്. നാം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നോ, കാര്യങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? പണത്തോടുള്ള നമ്മുടെ സമീപനം എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും സുഹൃത്തുക്കളും കമ്മ്യൂണിറ്റിയും പണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പണം മോശമാണ് ചിന്തിക്കുന്ന ആളുകളുണ്ട്, പണത്തെ സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, പണത്തിന് മീതെ പരുന്തും പറക്കുകയില്ല എന്നും പണം സമ്പാദിക്കുന്നത് പാവമാണെന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പണത്തെ സ്നേഹിക്കുവാനും പണം വേണമെന്നും പണക്കാരനാകുവാൻ നമുക്ക് സാധിക്കുമെന്നും എവിടെയെങ്കിലും പഠിപ്പിക്കാറുണ്ടോ? പണത്തെ സ്നേഹിക്കുവാൻ നമ്മെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് പണക്കാരനാകാൻ എങ്ങനെ സാധിക്കുമെന്ന് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഇടയ്ക്ക് വീണ്ടും വായിച്ച പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ ഡേവിഡ് ആൻഡ്രൂ കാർണിഗിന്റെ ജീവിതാനുഭവം നെപ്പോളിയൻ ഹിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ ചിന്തകൾ 500 പരം ആളുകളെ കോടിപതികളാക്കിയ സീക്രട്ടാണ് പുസ്തകത്തിൽ പറയുന്നത്. ഈ ആളുകൾ പണക്കാരാകുവാനുള്ള രഹസ്യത്തെ ഒരു സ്കൂൾ കരിക്കുലമാക്കി നടപ്പിലാക്കുവാനായി പുസ്തകത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ കുട്ടികളിലും ഈ ചിന്ത ഉണ്ടാകുവാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. പണത്തെക്കുറിച്ച് സമീപനം, അതിനെക്കുറിച്ച് ദ മില്യനെയർ ഫാസ്റ്റ് ലൈൻ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകമുണ്ട്. MJ ഡിമാർക്കോ എഴുതിയ പുസ്തകം തീർച്ചയായും വായിക്കുക. ഇറ്റ് ഈസ് ഈസി ടു ബിക്കം റിച്ച് ഫാസ്റ്റ്. വളരെ വേഗത്തിൽ നമുക്ക് പണക്കാരനാകുവാൻ സാധിക്കും. പക്ഷെ പണക്കാരനാകുക എന്നുള്ളത് ഈസി അല്ല എന്നുള്ളതാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പോൾ ഈ പണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും അധികം റെഫർ ചെയ്യുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നുള്ള പുസ്തകമാണ്. അതിനകത്ത് തീർച്ചയായും റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മെൻറ്റാലിറ്റിയും പൂർ ആളുകളുടെ മെൻറ്റാലിറ്റിയും പറയുന്നുണ്ട്. റിച്ച് ആളുകൾക്ക് അവരുടെ മെൻറ്റാലിറ്റി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പണത്തെക്കുറിച്ചുള്ള, സമൂഹത്തെക്കുറിച്ചുള്ള എല്ലാം വ്യത്യസ്തമായ ചിന്തകളായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക നിങ്ങൾ ഏത് മെൻറ്റാലിറ്റിയുള്ള ആളുകളാണെന്ന്. നിങ്ങൾക്ക് വിജയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ? എനിക്ക് വിജയിച്ചേ തീരൂ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടോ? അതെയോ വിജയമൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല, അത് തലവരെയാണ്, ലക്കാന്നെല്ലാം പറയുന്ന ആളുകളാണോ? സക്സസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിച്ച് പീപ്പിൾ, ദാറ്റ് ഈസ് ദെയർ ഒബ്ലിഗേഷൻ. എനിക്ക് വിജയിച്ചേ തീരൂ എന്നുള്ളതും ഒരു റിച്ച് ആളുടെ മനോഭാവമാണ്. പക്ഷേ പൂറായ ആളുകൾ ചിന്തിക്കുന്നത് സക്സസ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും അവർ മറ്റുള്ളവരെ കുറ്റം പറയും, ബ്ലെയിം അതേഴ്സ്. എന്ത് പ്രശ്നം വന്നാലും മറ്റുള്ളവരെ കുറ്റം പറയും. പക്ഷേ സ്വന്തമായ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നവരാണ് റിച്ച് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉള്ളത്. ഇനി പണം സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ പൂറായ ആളുകൾ കിട്ടുന്നതെല്ലാം സ്പെൻഡ് ചെയ്യും. പക്ഷേ റിച്ച് ആളുകൾ പണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ റിഫ്യൂസ് ടു സ്റ്റഡി, റീഡ്സ് ആൻഡ് സ്റ്റഡീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. പലരും പാസ്റ്റിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. പാസ്റ്റിൽ വന്ന മിസ്റ്റേക്കുകൾ, തെറ്റുകൾ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നശിപ്പിച്ചു എന്ന് ഓർത്ത് കരഞ്ഞു ദുഃഖിക്കുന്നവരുണ്ട്. എന്നാൽ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ അവർ മുന്നിലേക്കാണ് നോക്കുന്നത്. അവർ വലിയതായി ചിന്തിക്കുന്നു. അവർ ക്രിട്ടിസൈസ് ചെയ്യാതെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റാക്കി മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ ദ മില്യനെയർ ഫാസ്റ്റ് ലൈൻ പുസ്തകത്തിൽ വളരെ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് 3 തരം ആളുകൾ: സൈഡ് വാക്കർ, സ്ലോ ലൈനർ, ഫാസ്റ്റ് ലൈനർ. അപ്പോൾ അധികം ആളുകളും ഈ സൈഡ് വാക്കേഴ്സാണ്. എന്നാൽ ഫാസ്റ്റ് ലൈനറായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് ഈ പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും പുസ്തകം വായിക്കുക. ഒരു സൈഡ് വാക്കറാണോ അതെയോ ഫാസ്റ്റ് ലൈനറാണോ നാം എന്നുള്ളത് തീർച്ചയായും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ സൈഡ് വാക്കറെ ആളുകൾ എപ്പോഴും ജോബിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സ്ലോ ലൈനർ ആണെങ്കിൽ ഫോർച്യൂൺ 500 കമ്പനീസ് അല്ലെങ്കിൽ ബിഗ് 5 കമ്പനീസുകളെല്ലാം ജോലി നേടുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഫാസ്റ്റ് ലൈനർ ആണെങ്കിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ ഓൺട്രപ്രനർ ആകാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നവരാണ്. അതിൽ മറ്റൊരു ഉദാഹരണമാണ് ദെയർ ഈസ് നോ ടുമോറോ. നാളെ എന്നുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ട് ഇന്ന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ ചിന്തിക്കുന്നവരാണ് സൈഡ് വാക്കേഴ്സ് ആളുകൾ. പക്ഷേ ഫാസ്റ്റ് ലൈനറായിട്ട് ആളുകൾ അവർ സമയത്തെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും സമയത്തെ ഏറ്റവും അധികം നന്നായി കാണുകയും ചെയ്യുന്ന ആളുകളാണ്. ഇനി പണത്തെക്കുറിച്ച് സമീപം നമുക്ക് നോക്കാം. പണം എങ്ങനെ സ്പെൻഡ് ചെയ്യുക, കിട്ടുന്ന മൊത്തം സ്പെൻഡ് ചെയ്യുന്നവരാണ് സൈഡ് വാക്കേഴ്സ്. സ്ലോ ലേണേഴ്സ് കുറേ സേവ് ചെയ്യും, പക്ഷേ ഫാസ്റ്റ് ലേണേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയും അത് മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ ഡ്രീംസിൻ്റെ കാര്യത്തിൽ ഈ ഫാസ്റ്റ് ലൈനേഴ്സ് എപ്പോഴും ഹൈലി ഡ്രീം ആയിട്ടുള്ളവരായിരിക്കും. അവർക്ക് എത്രയും പെട്ടെന്ന് റിട്ടയർ ആകണം, റിച്ച് ആകണം, 40 വയസ്സാകുമ്പോൾ റിട്ടയർ ആകണം ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഈ സ്ലോ ലൈനേഴ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ സൈഡ് വാക്കേഴ്സ് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത് 65 വയസ്സാകുമ്പോൾ റിട്ടയർ ആകുവാൻ ആഗ്രഹിക്കുന്നതാണ് ഇവരെല്ലാവരും. അപ്പോൾ ഈ ഒരു ചിന്താഗതി, ഈ വെൽത്ത് ഫോർമുല മനസ്സിലാക്കാൻ ഈ 2024 നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എത്രമാത്രം അധികം ഏൺ ചെയ്യുവാൻ സാധിക്കും, നമ്മുടെ സ്പെൻഡിങ്ങിനെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുവാൻ സാധിക്കും, അങ്ങനെ വെൽത്ത് എങ്ങനെ കൂട്ടുവാൻ സാധിക്കും, ഇതാണ് തീർച്ചയായും
തീർച്ചയായും ഒരു ടോപ്പ് 1% ആളുകൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ടോപ്പ് 1% ആകുവാൻ നിങ്ങൾ ഈ വർഷം ആഗ്രഹിക്കുന്നെങ്കിൽ എങ്ങനെ അധികം ഏൺ ചെയ്യാമെന്ന് ചിന്തിക്കുക. എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതിനെ കുറിച്ച് ബുദ്ധിമുട്ടി ചിന്തിക്കാതെ എങ്ങനെ നിങ്ങളുടെ ഏണിങ്സ് കൂട്ടുവാൻ സാധിക്കും ചിന്തിക്കും എന്നുള്ളതാണ് ഈ പുസ്തകങ്ങളും ചിന്തകന്മാരും പറയുന്നത്. രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത്, എനിക്ക് സ്വന്തമായി എന്ത് എൻറ്റിറ്റിയാണുള്ളത്? ആം ഐ ഓണിങ് മൈ ഓൺ ബിസിനസ്? എനിക്ക് സ്വന്തമായ എൻറ്റിറ്റി ഉണ്ടോ? സ്വന്തമായ സ്ഥാപനമുണ്ടോ? ഈ ടോപ്പ് 1% ആളുകൾ, ടോപ്പ് 1% ആയിട്ടുള്ള സക്സസ് ആയിട്ട് റിച്ച് ആയിട്ട് ആളുകൾ, അവർക്ക് സ്വന്തമായി ഒരു സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ എൻറ്റിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പഠനങ്ങളിലൂടെ വായിക്കുവാൻ സാധിക്കുന്നത്. ചിന്തിക്കുക, നമുക്ക് സ്വന്തമായി ഇൻകം തരുന്ന, നമുക്ക് സ്വന്തമായി നമ്മുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന, നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥാപനം, ഒരു എൻറ്റിറ്റി, ഒരു ബിസിനസ് നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുക. ഇല്ല എങ്കിൽ തീർച്ചയായും ഈ വർഷം അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ടോപ്പ് 1% ആളുകൾ, റിച്ച് ആളുകൾ, അവർക്ക് സ്വന്തമായ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടായിരുന്നു. അവർ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് സ്വന്തമായി ആരംഭിക്കുവാനായി അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ അവർ സ്ഥാപിച്ചിരുന്നു. ധാരാളം ഉദാഹരണം നമുക്ക് അറിയുവാൻ സാധിക്കും. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത ശേഷം അവർ ബിസിനസ് തുടങ്ങുകയും അവർ അതിലൂടെ ആ ബിസിനസ്സിനെ വലിയ വിജയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്കിംസ് എന്ന് പറയുന്ന കിം കർദാഷിയുടെ ഒരു പുസ്തകത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ചോക്ലേറ്റ്, ബ്ലാങ്കോയുടെ പെർഫ്യൂംസ്, ഫിസിക്സ് വാല, ബൈജൂസ്, സന്ദീപ് മഹേശ്വരി, ഷാരിഖ് സംസുദ്ദീൻ തുടങ്ങിയ ആളുകളെല്ലാം അവരുടെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ഉണ്ടാക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു. അവർ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സെറ്റ് ചെയ്ത ശേഷമാണ് അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് വലിയൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുവാൻ, കമ്മ്യൂണിറ്റി ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു ശക്തനായ ആളാകണമെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പ് 1% ആകണമെങ്കിൽ, റിച്ച് ആകണമെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ തുടക്കത്തിലെ ഉണ്ടാക്കുവാനായി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ പുസ്തകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2024 നാം ചിന്തിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, വേർ ഡു ഐ സ്റ്റാർട്ട്? പലർക്കും ആശയമുണ്ട്, പലർക്കും ആഗ്രഹമുണ്ട്, വിഷുണ്ട്, ഡ്രീമുണ്ട്. പക്ഷെ ചിന്തിക്കുകയാണ്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? വേർ ഡു ഐ സ്റ്റാർട്ട്? അപ്പോൾ ഈ വായിച്ചു പോയപ്പോൾ കണ്ട ചില കാര്യങ്ങളാണ് ഷൈനി ഒബ്ജക്ട് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ, എവിടെയാണോ നല്ലതെന്ന് തോന്നുന്നത് അവിടേക്ക് മാറിക്കൊണ്ടിരിക്കും, സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അക്കരെ കാണുന്നത് പച്ച എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളെ പോലെ അവിടെ നല്ലതാണ്, അപ്പുറം നല്ലതാണെന്ന് മാറി മാറി ചിന്തിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹെഡോണിക് അഡോപ്റ്റേഷൻ. നാം പല തീരുമാനങ്ങൾ എടുക്കും, പക്ഷേ വീണ്ടും പഴയ പൊസിഷനിലേക്ക് പോവുകയാണ്. നാം എന്തായിരുന്നോ മുമ്പായിരുന്നത് അതിലേക്ക് പോകുവാൻ ടെൻഡൻസി നമുക്ക് വളരെ കൂടുതലാണ്. ഈ രണ്ട് കാര്യങ്ങളും മാറ്റിവെക്കുവാനായി തീർച്ചയായും നാം ഇൻറ്റൻഷണൽ ഡെലിബറേറ്റ് എഫേർട്ട് ഇടേണ്ടത് ആവശ്യമാണ്. ഷൈനി ഒബ്ജക്ട് സിൻഡ്രോം, ഹെഡോണിക് അഡോപ്റ്റേഷൻ ഈ 99% ആളുകൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കി 1% ടോപ്പ് ആകുവാനായി ഈ സിൻഡ്രത്തെ മറികടക്കുവാൻ ശ്രമിക്കണം. അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നാം മനസ്സിലാക്കുക. ഷൈനി ഒബ്ജക്ട് സിൻഡ്രത്തെ അവോയ്ഡ് ചെയ്യുവാനായി ഫോക്കസ് വളരെ ആവശ്യമാണ്. നാം ഏത് മേഖലയാണ് ആയിരിക്കുന്നത് ആ മേഖലയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഹെഡോണിക് അഡോപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പഴയതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂ ഇയറിന് ധാരാളം ആളുകൾ പുതിയ തീരുമാനം എടുക്കാറുണ്ടെങ്കിലും ആ മാസം അവസാനമാകുമ്പോൾ 95% ആളുകളും തങ്ങളുടെ റെസൊല്യൂഷനെ മറന്നു പോകുന്നു, അവർ ചിന്തിക്കുന്നില്ല, ഓർക്കുന്നില്ല എന്നുള്ളതാണ് പുസ്തകങ്ങൾ വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഫോക്കസ്ഡായി നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ, എപ്പോഴും എന്തൂസിയാസ് നിലനിർത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ കുറേ കമ്പനികളെല്ലാം ഉദാഹരണം പറയുന്നുണ്ട്. വർക്ക് എന്ന് പറയുന്ന കമ്പനി വളരെ സക്സസ്ഫുൾ ആയ കമ്പനിയായിരുന്നു, പക്ഷേ ഫോക്കസ് നഷ്ടപ്പെട്ടു, കമ്പനി നഷ്ടത്തിലേക്കും പതനത്തിലേക്കും പോയി. അതുപോലെ അണ്ടർ ആർമർ എന്ന് പറയുന്ന കമ്പനി വളരെ സക്സസ്ഫുൾ ആയത് നൈക്കിയെ വരെ വെല്ലുന്ന ഒരു ബ്രാൻഡായി മാറാൻ സാധ്യതയുണ്ടായത്, പക്ഷേ ഫോക്കസ് നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്ക് മുന്നേറുവാൻ സാധിച്ചില്ല. ധാരാളം കമ്പനികളുടെ കഥകളും വ്യക്തികളുടെ കഥകളും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വേർ ഡു ഐ സ്റ്റാർട്ട് എന്ന് ചിന്തിക്കുന്നവർ, എവിടെ തുടങ്ങണം? എനിക്ക് ആഗ്രഹമുണ്ട്, സ്വപ്നമുണ്ട്, പക്ഷേ എവിടെ തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ഫോക്കസിനെ കുറിച്ച് ഓർക്കുക. എപ്പോഴും ഇനിഷ്യൽ എന്തൂസിയാസം മാത്രമല്ല, കണ്ടിന്യൂസ് കൺസിസ്റ്റൻറ്റ് ആയിട്ടുള്ള എന്തൂസിയാസവും ആക്ഷനും ഉണ്ടാകുവാൻ തീർച്ചയായും ചിന്തിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ടോപ്പ് 1% ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, റിച്ച് ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൺസിസ്റ്റൻ്റായി ആക്ഷൻ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഫോക്കസ്ഡായി ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നേറുവാൻ സാധിക്കണം. ഈ വർഷം തീർച്ചയായും ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ ഞാൻ മുന്നിലേക്ക് പോകുമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് തീർച്ചയായും സാധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഇത് പറയുമ്പോഴാണ് ഈ ടോപ്പ് 1% ആളുകൾ അവർ ഫോളോ ചെയ്തൊരു തത്വമാണ് ലോ ഓഫ് എഫക്ഷൻ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് എഫക്ഷൻ എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് സ്കെയിൽ. അതിനെ ഒറ്റ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അഫക്റ്റ് മില്യൻസ് ആൻഡ് മേക്ക് മില്യൻസ്.
എത്രയധികം ആളുകൾ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യാൻ അഫക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതിലൂടെ മാത്രമേ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കൂ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ മേ ബി ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം, വെബ്സൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ചാനൽസ് ആയിരിക്കാം. അതിലൂടെ എത്രയും ആളുകൾ എനിക്ക് ഇമ്പാക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. രണ്ട് തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ട്. അത് മാഗ്നിറ്റ്യൂഡും സ്കെയിലും ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു 100 കോടി ബിസിനസ് തരുന്നത് ഒരു 100 പേരായിരിക്കാം. ചിലപ്പോൾ 100 കോടി ബിസിനസ് തരുന്നത് 10,000 പേരായിരിക്കാം. അപ്പോൾ എത്രയും അധികം ആളുകളിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതും എത്ര മാഗ്നിറ്റ്യൂഡിൽ നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ മാഗ്നിറ്റ്യൂഡും സ്കെയിലും, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഹൈ നെറ്റ്വർത്ത് ആയിട്ട് ആളുകളെ കസ്റ്റമർ ആക്കി നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നെങ്കിൽ അത് വിജയമാണ്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തുവാൻ സാധിക്കുക. ഈ മാഗ്നിറ്റ്യൂഡും സ്കെയിലും ഒരേപോലെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ടോപ്പ് 1% സക്സസ് ആകുവാൻ സാധിക്കുന്നുള്ളതാണ് ഈ ലോ ഓഫ് അഫെക്ഷൻ പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് അഫെക്ഷൻ തീർച്ചയായും നമ്മുടെ ബിസിനസ്സുകളിൽ വ്യക്തി ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. പേഴ്സണൽ ബ്രാൻഡ് ആകാൻ ശ്രമിക്കുന്നവർ, നമ്മുടെ പ്രൊഡക്റ്റുകൾ മാക്സിമം സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഈ ലോ ഓഫ് അഫെക്ഷൻ മനസ്സിലാക്കിയിരിക്കുക. എങ്ങനെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കൂട്ടാം, ഏറ്റവും ടാർഗറ്റഡായി പൊസിഷൻ ചെയ്യുവാൻ സാധിക്കും, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആളുകളിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും, എങ്ങനെ ഇതിൻ്റെ സ്കെയിൽ കൂട്ടുവാൻ സാധിക്കും എന്നുള്ള ചിന്താഗതി തീർച്ചയായും വളരെ ആവശ്യമാണ്. ഇനി ബിസിനസ് ഓൺ ചെയ്യുന്ന ആളുകൾ അവർ ചിന്തിക്കേണ്ടത്, അവർ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയായിരിക്കും എന്നുള്ളതും ഓർത്തിരിക്കുക. ഈ ഗ്രേറ്റ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള 1% ടോപ്പായ ആളുകൾ അവർ ചെയ്ത കാര്യം, ഒരു 4 പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദേ ഹാവ് കൺട്രോൾ ഓവർ ദെയർ ബിസിനസ്. അവർക്ക് അവരുടെ ബിസിനസ്സിൽ മൊത്തം കൺട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സ് എല്ലാം ഉത്ഭവിച്ച സമയത്ത് ധാരാളം കമ്പനികൾ ഫേസ്ബുക്കിനെയും ഇൻസ്റ്റഗ്രാമിനെയും വാട്സപ്പിനെയും എല്ലാം റിലേ ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കൽ ഫേസ്ബുക്ക് ആ പെർമിഷൻ എല്ലാം എടുത്തു കളഞ്ഞപ്പോൾ അവരുടെ ബിസിനസ് മൊത്തം നഷ്ടത്തിലാകുവാനിടയായി. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുവാൻ സാധിക്കുന്നുണ്ടോ, നമുക്കതിൽ ഫുൾ കൺട്രോൾ ഉണ്ടോ എന്ന് ചിന്തിക്കുക. അത് ഓർഗനൈസേഷൻ്റെ അകത്താകാം, പക്ഷേ ബിസിനസ് ആസച്ച് മൊത്തം നമുക്ക് ഫുൾ കൺട്രോൾ ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് എൻട്രി ബാരിയേഴ്സ്. എൻ്റെ ബിസിനസ് വേഗം മറ്റൊരാൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യുവാൻ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് 1% ആകുവാൻ സാധിക്കില്ല. നമ്മുടെ ബിസിനസ്, നമ്മുടെ ആശയം, നമ്മുടെ സർവീസ് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത, എൻട്രിക്ക് ബാരിയറുള്ള ഒന്നാണെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ ടോപ്പ് ആകുവാൻ, റിച്ച് ആകുവാനും സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നീഡ്. എൻ്റെ പ്രൊഡക്റ്റിന് വേണ്ടി, എൻ്റെ സർവീസിന് വേണ്ടി കസ്റ്റമേഴ്സ് ആർത്തിപൂണ്ട് അല്ലെങ്കിൽ ഹംഗ്രി കസ്റ്റമേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുവാനായി അല്ലെങ്കിൽ സർവീസ് ലഭിക്കുവാനായി ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബിസിനസ് വളരുകയും ടോപ്പ് 1%ലേക്ക് എത്തുവാനും സാധിക്കുന്നത്. നാലാമത്തെ കാര്യമാണ് ടൈം. നിങ്ങൾ ആ സ്ഥാപനത്തിലില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ പോകുന്നില്ല, ബിസിനസ്സിൽ പോകുന്നില്ല എങ്കിൽ അത് സ്തംഭിച്ചു പോകുമോ, അതെയോ ആസ് യൂഷ്വൽ നോർമലായി പോകുവാൻ സാധിക്കുമോ? ഈ 4 കാര്യങ്ങൾ ചിന്തിക്കും. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ സ്കെയിൽ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ ടോപ്പ് 1% ആകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ റിച്ച് ആകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, 2024 1 crore നേടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പ്രിൻസിപ്പിളുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഗുണം ചെയ്യും. മറ്റു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെയായിരിക്കും നമ്മുടെ ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. അതിൽ 4 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 1 ഹ്യൂമൻ ലേബർ, 2 ക്യാപിറ്റൽ, 3 കോണ്ടന്റ്, 4 അൽഗോരിതം അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ, ഹ്യൂമൻ ലേബറും ക്യാപിറ്റലും, നമുക്ക് പെർമിഷൻ ആവശ്യമുണ്ട്. പണം സ്വന്തമായി കയ്യിലില്ലെങ്കിൽ നാം ബാങ്കിൽ പോകേണ്ടി വരും, അവർ ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് പണം കിട്ടുകയുള്ളൂ. ഇനി ഹ്യൂമൻ ലേബർ ആണെങ്കിലും നമുക്ക് എല്ലാവരെയും എംപ്ലോയീസിനെയും എപ്പോഴും നമുക്ക് പറയും പോലെ ജോലി ചെയ്യിപ്പിക്കാൻ കഴിയണമെന്നില്ല. അവരുടെയും പെർമിഷൻ ആവശ്യമാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കണം, ബോണസ് കൊടുക്കണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഹ്യൂമൻ റിസോഴ്സിനെ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ, ഹ്യൂമൻ ലേബറിനും ക്യാപിറ്റലിനും നമുക്ക് മറ്റുള്ള ആളുടെ പെർമിഷൻ ആവശ്യമാണ്. എന്നാൽ കോണ്ടന്റ് നമുക്ക് ഫ്രീ ആയി ആരുടെ പെർമിഷനിലാണ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. കോഡ് അല്ലെങ്കിൽ അൽഗോരിതം നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ ആശയങ്ങളാണ് വളരുവാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ കോണ്ടന്റ് മാർക്കറ്റിങ്ങിൽ ധാരാളം ആളുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് കയ്യിൽ ധാരാളം പണം ഇല്ല, റിസ്ക് എടുക്കാൻ ആഗ്രഹമില്ല, ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായും കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കുവാൻ സാധിക്കുമോ? നിങ്ങൾക്ക് സ്വന്തമായി കോഡും അൽഗോരിതവും ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടോപ്പ് 1% ആയി മാറുവാനും ഈ 2024 വലിയൊരു മാറ്റത്തിലേക്ക് നേടുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ചിന്തകളെല്ലാം പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദ അൽമനാക്ക് ഓഫ്
നേവൽ രവികാന്ത്. ഈ പുസ്തകം തീർച്ചയായും വെൽത്തിനെ കുറിച്ചും പണത്തെക്കുറിച്ചും എല്ലാം പറയുന്നതാണ്. ഗൈഡ് ടു വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്നാണ് പറയുന്നത്. എറിക് ജോർഗൻസൺ ആണ് ഈ പുസ്തകം എഴുതിയത്. തീർച്ചയായും ഈ പുസ്തകം വായിക്കുക. ഈ പുസ്തകത്തിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ടായ ചില ആശയങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇത്രയും നേരം പങ്കുവച്ചത് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നിങ്ങളൊരു കാര്യം ചിന്തിക്കേണ്ടത്, മേ ബി നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളായിരിക്കാം. നിങ്ങൾക്ക് എത്രമാത്രം പണം മാറ്റിവെക്കുവാൻ കഴിയുന്നു? നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയാണ്? പലപ്പോഴും പല ആളുകളും ബിസിനസ് ചെയ്യുന്നുണ്ട്, കോടികളുടെ ബിസിനസ് ചെയ്യും, പക്ഷേ മാസാവസാനം അല്ലെങ്കിൽ ക്വാർട്ടർ എൻഡിൽ അല്ലെങ്കിൽ ഇയർ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രോഫിറ്റ് ഇല്ല. ഇപ്പോൾ നെറ്റ് ഇൻകം ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ്, അതാണ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്. അത് എത്രമാത്രം കൂട്ടുവാൻ സാധിക്കും? എത്രമാത്രം മാർജിൻ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കൂട്ടുവാൻ സാധിക്കും? എത്രമാത്രം പ്രോഫിറ്റ് നിങ്ങൾക്ക് ക്വാർട്ടറിൽ ഇയർ എൻഡിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്കും ഈ ടോപ്പ് 1% ആയ റിച്ചിലേക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ള കാര്യവും ഈ പുസ്തകങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ആശയങ്ങൾ, ബിസിനസ് ആശയങ്ങൾ ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, കുറേ അധികം ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ആശയം യഥാർത്ഥത്തിൽ വർക്കാകുമോ എന്ന് ചിന്തിക്കാനായി ധാരാളം ഫോമുലകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0 to 1 എന്ന് പറയുന്ന പീറ്റർ തിയലിൻ്റെ പുസ്തകത്തിൽ 7 ആശയങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ കുണാൽ ഷാ ഡെൽറ്റ 4 എന്ന ആശയം പറയുന്നുണ്ട്. ഈ ആശയങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുക. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റും വയബിലിറ്റിയും ഫീസിബിലിറ്റിയും ഉണ്ടോ എന്ന് ഉറപ്പാക്കി ചെയ്യുന്ന ബിസിനസ്സുകൾക്കാണ് വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഈ ചിന്തകൾ തീർച്ചയായും നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഈ 2024 നിങ്ങൾ അങ്ങനെ ഒരു ടോപ്പ് 1% ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് 1 crore എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ കുണാൽ ഷായുടെയും ഒപ്പം തന്നെ പീറ്റർ തിയലിൻ്റെയും പ്രിൻസിപ്പിളുകൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. 0 to 1 എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വായിക്കാം. ഒപ്പം തന്നെ കുണാൽ ഷാ ഡെൽറ്റ 4 തിയറി ഓഫ് സക്സസ്ഫുൾ സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്ന അതും നിങ്ങൾക്ക് വായിക്കുവാൻ തീർച്ചയായും സാധിക്കും. ഈ പുസ്തകങ്ങളെ പറയാൻ 2 പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഒന്ന്, ഒരു ബ്രേക്ക് ത്രൂ ഇന്നോവേഷൻ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ, നിങ്ങളുടെ ബിസിനസ്സിലുണ്ടോ? അത് എല്ലാവരും ചെയ്യുന്നൊരു ബിസിനസ് തന്നെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ടോപ്പ് 1% ആകുവാൻ സാധിക്കില്ല. ഇനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നോവേഷൻ ഒന്നും ഇല്ല എങ്കിൽ, ഒരു 10x ഇമ്പ്രൂവ്മെൻറ്റ്, 10 ഇരട്ടി ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണോ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി നമ്മുടെ ഇന്ത്യ മാർക്കറ്റിൽ കൺസ്യൂമറിനെ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നത്, അതായത് ഇന്ത്യ 1 ആൽഫ, ഇന്ത്യ 1, ഇന്ത്യ 2, ഇന്ത്യ 3, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ സമൂഹത്തെ ഈ ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്കണോമിസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ 1 ആൽഫ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളാണ്, അൾട്രാ റിച്ച് ആയിട്ടുള്ള സിറ്റീസിൽ താമസിക്കുന്ന ആളുകളാണ്, ഹൈ ആയിട്ടുള്ള സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അതുപോലെ ഇന്ത്യ 1, ഇന്ത്യ 2 അതെല്ലാം ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്, ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉള്ള ഡിജിറ്റൽ സാവി ആയിട്ടുള്ള ആളുകളാണ്. എന്നാൽ ഇന്ത്യ 2 എന്ന് പറയുന്നത് വെർണാക്കുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് അത്ര കംഫോർട്ടബിളല്ലാത്ത ഒരു ആളുകളാണ്. ഇന്ത്യ 3 എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ട ഒരു സമൂഹമാണ്. അപ്പോൾ ഇന്ത്യ 1 ആൽഫ എന്ന് പറയുന്നത് ടോപ്പ് 5% ആളുകളാണ്. ഇന്ത്യ 1 ഒരു 110 മില്യൺ ആളുകൾ ഇന്ത്യ 1 ഉണ്ടാവും. ഇന്ത്യ 2 104 മില്യൺ ആളുകളും ഉണ്ടാവും. ഇന്ത്യ 3 ഒരു 1126 മില്യൺ ആളുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ ബിസിനസ്സുകൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ത്യ 2 എന്ന് പറയുന്ന കാറ്റഗറിയിലാണെന്നുള്ളതാണ് ഈ റിസർച്ച് പറയുന്നത്. ഇന്ത്യ 2 ആൻഡ് ഇന്ത്യ 1. ഇന്ത്യ 1 ആണ് ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യ 1 എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള, ഡിജിറ്റൽ സാവി ആയിട്ടുള്ള, വെസ്റ്റേൺ വാല്യൂസ് ഉള്ള, കൺവീനിയൻസ്, കോസ്റ്റിനേക്കാൾ അധികം കൺവീനിയൻസ് ഫോക്കസ് ചെയ്യുന്ന, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ജയ്പൂർ, ചെന്നൈ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം താമസിക്കുന്ന ആളുകളാണ്, ഹൈ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഏറ്റവും അധികം ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ള, പർച്ചേസിങ് പവറുള്ള ആളുകളെ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ് ചെയ്താൽ മാത്രമേ മാർജിൻ ഉണ്ടാക്കുവാനും ഒപ്പം തന്നെ പ്രോഫിറ്റിലേക്ക് എത്തുവാനും ഈ പറയുന്ന 1 crore അല്ലെങ്കിൽ ടോപ്പ് 1%ലേക്ക് എത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് ലോകത്തിലെ വെൽത്ത് എന്ന് പറയുന്നത് ഈ അധികം വെൽത്തും കുറച്ച് ആളുകളുടെ കയ്യിലാണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് തെറ്റൊന്നും പറയാൻ സാധ്യത. അതുകൊണ്ട് തന്നെ വെൽത്ത് അധികം അക്യുമുലേറ്റ് ചെയ്ത ആളുകളെ ഫോക്കസ് ചെയ്തുള്ള ബിസിനസ്സുകൾ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ്, ചീപ്പ് കസ്റ്റമേഴ്സ്, അവർ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ ബിസിനസ്സുകൾ ഭാവിയിൽ നഷ്ടത്തിലേക്ക് വരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ടോപ്പ് ആയിട്ടുള്ള ഏണിംഗ് കപ്പാസിറ്റി ഉള്ള, പർച്ചേസിംഗ് പവറുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങുവാനും വിജയിപ്പിക്കുവാനും സാധിക്കുന്നെങ്കിൽ നമുക്കും ടോപ്പ് 1% മാറുവാനായിട്ട് സാധിക്കും. ഇനി ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ ഒരു കോമൺ ആയി കണ്ട ഒരു ത്രെഡാണ്, നമ്മുടെ ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ ഒരു കൺസ്യൂമറുടെ, കസ്റ്റമറുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കണം, ചിന്തിക്കണം. ഒരു 7 സിൻസ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, 7 കാർഡിനൽ സിൻസ്. ഈ കാർഡിനൽ സിൻസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു സിന്നാണെങ്കിൽ കൂടെയും അതിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ നേരത്തെയും പറഞ്ഞ പല പുസ്തകങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അധികവും ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതെങ്കിലും ആ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ബിസിനസ്സുകൾ ധാരാളം വിജയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഗ്ലട്ടണി പറയുന്നത്, ഇപ്പോൾ സൊമാറ്റോ പോലെയുള്ള ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ധാരാളം ബിസിനസ്സുകൾ ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. എൻവി, നമ്മുടെ അസൂയയും അഹങ്കാരവും എല്ലാം പടർത്തുന്ന കാര്യങ്ങൾ. റാത്ത്,
ട്വിറ്റർ അല്ലെങ്കിൽ എക്സിലെല്ലാം നമുക്ക് ദേഷ്യവും ആഗ്രഹം എല്ലാം ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലസ്റ്റ്, ഇപ്പോൾ ധാരാളം ഡേറ്റിംഗ് ആപ്സ് എല്ലാം ഉണ്ട്. ലസ്റ്റ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും കാമങ്ങളും എല്ലാം നേടുവാൻ സഹായിക്കുന്ന മേഖലകൾ. അടുത്താണ് പ്രൈഡ് എന്ന് പറയുന്നത്. വിവാഹങ്ങൾ ഗംഭീരമായി നടത്തുന്നു, ലക്ഷറിയസ് ആയിട്ടുള്ള വാഹനങ്ങൾ മേടിക്കുന്നു. 3 സ്ലോത്ത്, മടി മാറ്റാനായിട്ടുള്ള ധാരാളം ബിസിനസ്, ബിഗ് ബാസ്ക്കറ്റ് പോലെയുള്ള മനുഷ്യനൊന്നും അനങ്ങാനായിട്ട് പറ്റില്ലാത്തതുകൊണ്ട് ലേസി ആയിട്ട് ആളുകളെ സഹായിക്കാനായി ധാരാളം ബിസിനസ്സുകളുണ്ട്. 7ാമത്തെ സിന്നാണ് ഗ്രീഡ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അതിർത്തിയില്ല. ഇപ്പോൾ റമ്മി പോലെയുള്ള ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഈ 7 സിന്നുകൾ ഒരുപക്ഷെ തെറ്റായ കാര്യമാണെങ്കിലും മനുഷ്യന് അധികവും സ്പെൻഡ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ഈ ഒരു ആംഗിൾ കൂടി കൺസിഡർ ചെയ്താൽ തീർച്ചയായും ഒരു ടോപ്പ് 1% എത്തുവാനായിട്ട് സാധിക്കുമെന്ന പുസ്തകം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പണമില്ല, റിസ്ക് എടുക്കാൻ ആഗ്രഹമില്ല എങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന പല ബിസിനസ്സുകളെക്കുറിച്ചും ഈ പുസ്തകങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. കൺസൾട്ടിങ്, നിങ്ങൾക്കൊരു എക്സ്പെർട്ട് മേഖല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അവിടെ കൺസൾട്ട് ചെയ്യുവാൻ സാധിക്കും. ഡ്രോപ്പ് ഷിപ്പിംഗ്, ഒരു പണവും മുടക്കാതെ തന്നെ മറ്റുള്ളൊരു പ്രൊഡക്റ്റ് വാങ്ങി നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വിൽക്കുവാനായിട്ട് സാധിക്കും. ഇനി ഡിജിറ്റൽ പ്രോഡക്ട്സ്, ഇ ബുക്സ്, കോണ്ടന്റ്, ടെംപ്ലേറ്റ്സ്, ഇപ്പോൾ ക്യാൻവ പോലെയുള്ള, നോഷൻ പോലെയുള്ള ടെംപ്ലേറ്റ്സ് ആൾ ഉണ്ടാക്കുന്നുണ്ട്. ധാരാളം ഇ ബുക്സുകൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഡിജിറ്റലി ധാരാളം കോണ്ടന്റുകൾ ആൾക്കാർ ജനറേറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം റിസ്ക്കും ഇല്ലാതെ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഈ സാസ് ടൂൾസ്, സോഫ്റ്റ്വെയർ ആസ് സർവീസ്, ധാരാളം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസുകൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ബ്രോക്കറിംഗ്, ഒരു ബ്രോക്കറായി എന്ന ഏജൻറ്റായി എന്നുകൊണ്ട് ചെയ്യുന്ന സർവീസുകളുണ്ട്. സർവീസ് ഏജൻസി, വിദേശത്തേക്ക് ആളുകൾ വിടുക, ലാംഗ്വേജ് കൺസൾട്ടിങ്, ഇങ്ങനെ സർവീസുകൾ കൊടുക്കുന്ന ഏജൻസിയായി നമുക്ക് മാറുവാൻ സാധിക്കും. ഇത്തരം മേഖലകളിൽ ധാരാളം ബിസിനസ് അവസരങ്ങളും സാധ്യതകളുമുണ്ട്. ഇതെല്ലാം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ടോപ്പ് 1% എത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ പുസ്തകങ്ങളിലൂടെ വായിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. അടുത്ത വർഷം ഹൗ ടു ക്രിയേറ്റ് 1 crore, ഒരു വർഷം കൊണ്ട് 1 കോടി എങ്ങനെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഇത് ചിന്തിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും 2 പുസ്തകങ്ങൾ വായിക്കുക. ദ ഇൻഫ്ലുവൻസ്, സൈക്കോളജി ഓഫ് പെർസുവേഷൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. റോബർട്ട് സിയാൽഡിനി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം റിവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ബ്രാൻഡ്സ് ആൻഡ് ബുൾഷിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഒരു മേഖല എങ്ങനെ വളരുവാൻ സാധിക്കുമെന്നുള്ളത് ഈ പുസ്തകം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ചില സ്കില്ലുകൾ ഈ വർഷം നമുക്ക് മാസ്റ്റർ ചെയ്യുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ തീർച്ചയായും നല്ലതായിരിക്കും. അതിലൊന്നാണ് സെയിൽസ് മാസ്റ്ററി. സെയിൽസിനെ കുറിച്ചുള്ള നല്ല അറിവും അതിലുള്ള ഒരു മാസ്റ്ററിയും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു മുന്നേറ്റം കൊണ്ടുവരുവാൻ ടോപ്പ് 1% ആകുവാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നറേറ്റീവ് ബിൽഡിംഗ്. ഈ നറേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് തന്നെ ആളുകളുടെ മനസ്സിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ ക്യാമ്പയിൻ എല്ലാം നടക്കുമ്പോൾ നമുക്ക് കാണാറുണ്ട് പല നറേറ്റീവും പല വിഷയങ്ങളുടെ മുകളിൽ ആളുകളുടെ ചിന്തയും ശ്രദ്ധയും ആകർഷിച്ചുകൊണ്ട് ആ നറേറ്റീവ് ബിൽഡ് ചെയ്ത് പല സ്ഥാനാർത്ഥിനും വിജയിക്കുന്ന നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനും ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുവാൻ, ഈ പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ട് വാങ്ങണം, ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, ഇതെനിക്ക് ആവശ്യമാണ്, ഇതില്ലായെങ്കിൽ വിജയിക്കുവാൻ സാധിക്കില്ല തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഒരു സക്സസ്ഫുൾ നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി ബ്രാൻഡിങ്ങിൽ എക്സ്പേർട്ട് ആകുവാൻ സാധിക്കുക. സെയിൽസും മാർക്കറ്റിംഗും മാത്രമല്ല, ബ്രാൻഡിങ് ലോങ് ടൈം സർവൈവലിന് ആവശ്യമാണ്. ഈ വർഷം നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുവെങ്കിലും ലോങ് ടൈം നിലനിൽക്കണമെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ റിച്ചിനെ കുറിച്ചും പൂവറിനെ കുറിച്ചും പറഞ്ഞ കാര്യമാണ്. പൂവറായി ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നതാണ് കടം എടുക്കാൻ പാടില്ല, കടം തെറ്റാണ്, ലോൺ തെറ്റാണെന്നുള്ളതാണ്. പക്ഷെ റിച്ച് ആളുകൾ ചിന്തിക്കുന്നത് കടം എടുത്താണെങ്കിലും എങ്ങനെ ഒരു ലോജിക്കലായി പ്ലാൻ ചെയ്തുകൊണ്ട് വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തീർച്ചയായും ചിന്തിക്കുക. സെയിൽസിൽ മാസ്റ്റർ ഉണ്ടാക്കുക, നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ സാധിക്കുക, സ്റ്റോറി ടെല്ല് ചെയ്യുവാൻ. ഒരു കാര്യം പറയുമ്പോൾ കുറേ കോണ്ടന്റ് പറയുന്നത് പോലെ അല്ലെങ്കിൽ കുറേ ഫാക്ട്സ് പറയുന്നതിനൊക്കെ അപ്പുറമായി ഒരു സ്റ്റോറിയായി നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? പ്രത്യേകിച്ച് ഓൺലൈൻ കോണ്ടന്റുകൾ അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ഡിജിറ്റൽ സർവീസ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആളുകൾ എങ്ങനെ ഒരു സ്റ്റോറിയായി തങ്ങളുടെ കഥകൾ അവതരിപ്പിക്കുവാൻ, തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ സെയിൽസ് മാസ്റ്ററിയും സ്റ്റോറി ടെല്ലിങ്ങും വളരെ നല്ലതായി പഠിക്കേണ്ടതാണ്. ഇനി നെഗോസിയേഷൻ, പല ബിസിനസ് ഡീലുകൾക്കും നന്നായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണ്ടതാണ്. വേറെ കാര്യമാണ് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കുക. ഈ ഒരു 5-6 മേഖലകളിൽ മാസ്റ്ററി അല്ലെങ്കിൽ സ്കിൽ സെക്യൂർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വർഷം വലിയൊരു വിജയത്തിലേക്ക് നേട്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ചില പുസ്തകം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, സ്റ്റാർട്ടപ്പിൽ മുന്നേറുന്ന ആളാണെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കുക. ദ മിത്ത് റീവിസിറ്റഡ് നല്ലൊരു പുസ്തകമാണ്. സ്റ്റാർട്ട് വിത്ത് വൈ നല്ലൊരു പുസ്തകമാണ്. ഫാസ്റ്റ്, ചീപ്പ് ആൻഡ് വൈറൽ വളരെ മനോഹരമായ പുസ്തകമാണ്. നിങ്ങൾക്ക് അത് വായിക്കാൻ സാധിക്കും. 0 to 1 കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. ദ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി വളരെ നല്ലൊരു പുസ്തകമാണ്, നിങ്ങൾക്ക് വായിക്കാം. ദ ആർട്ട് വീക്ക് കോപ്പി റൈറ്റിംഗ് ഹാൻഡ് ബുക്ക് തീർച്ചയായും വായിക്കാം. നിങ്ങളുടെ പരസ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടന്റുകൾ എങ്ങനെ വൈറലാക്കുവാൻ സാധിക്കും, പ്രൊഡക്റ്റുകൾ എങ്ങനെ വൈറലാക്കുവാൻ സാധിക്കും തുടങ്ങിയ പുസ്തകങ്ങൾ ഈ വർഷം വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ 2024 നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ അവസാനിപ്പിക്കുക.
നമുക്കറിയാം ഇപ്പോൾ ChatGPT പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ധാരാളം ടെക്നോളജികൾ വന്നിരിക്കുകയാണ്. ഇതെല്ലാം ഡിസ്റപ്റ്റീവായി മാറിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തെ, വർക്കിംഗ് സ്റ്റൈലിനെ, മനുഷ്യൻ്റെ എഫിഷ്യൻസി എല്ലാം 100 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ടെക്നോളജികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജികളിൽ നാം ഈ വർഷം എന്ത് ആണ് ലേൺ ചെയ്യാൻ പോകുന്നത്? ഈ ടെക്നോളജികൾ നമുക്ക് ലേൺ ചെയ്യുവാനും യൂസ് ചെയ്യുവാനും സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അപ്പോൾ ChatGPT, Canva AI, Notion, ബഫർ അല്ലെങ്കിൽ ലേറ്റർ, ഇത്തരം ധാരാളം ആപ്ലിക്കേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ബഫർ അല്ലെങ്കിൽ ലേറ്റർ എന്ന് പറയുന്നത് ഓട്ടോ ആയിട്ട് നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ചാനൽസ് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബബിൾ അല്ലെങ്കിൽ കാർഡ് വെബ്സൈറ്റ് നമുക്ക് ഈസിയായി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കലണ്ടർലി, സാപ്പിയർ, ടുഡൂയിസ്റ്റ്, ഗംറോഡ്, ഇ-കൊമേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്ക് ഗംറോഡൊക്കെ വളരെ നന്നായി ഉപയോഗിക്കാൻ സാധിക്കും. ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ റെഫേഴ്സ് ഉപയോഗിക്കാൻ സാധിക്കും. ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാൻ ഡോക്സൻ ഉപയോഗിക്കാൻ സാധിക്കും. മെയിൽചിമ്പ് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റിനായി സ്ട്രൈപ്പും റസർ പേയും എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. ഡൈനാമിക് ഡോക്യുമെൻറ്റ്, സാപ്പിയർ, സ്ലാക്ക്, ഗ്രാമറലി തുടങ്ങിയ ധാരാളം വളരെയധികം പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനായി വളരെ ഫാസ്റ്റായി വർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ധാരാളം ടൂൾസുകൾ നമുക്ക് ഈ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുവാനും പഠിക്കുവാനും സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ടോപ്പ് 1 ആകാൻ ആഗ്രഹിക്കുന്ന ആൾ, റിച്ച് ആകാൻ ആഗ്രഹിക്കുന്ന ആൾ എപ്പോഴും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ പുതിയ ടെക്നോളജികളിൽ നാം അഡപ്റ്റ് ആകുക, സ്കിൽഫുൾ ആകുക, എന്നും ലേൺ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു, ടൈമിനെ കുറിച്ച് പറഞ്ഞു, മണിയെക്കുറിച്ചുള്ള അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞു, സ്വന്തമായി എൻറ്റിറ്റി വേണതിനെക്കുറിച്ച് പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ ചാനലിനെ കുറിച്ച് പറഞ്ഞു, ബിസിനസ്സിലെ എങ്ങനെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യണം, പൊസിഷൻ ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, ഏതെല്ലാം പുസ്തകങ്ങൾ വായിക്കണം. ഈ ചിന്തകളെല്ലാം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. 2024 തീർച്ചയായും മാറ്റത്തിൻ്റെ വർഷമാകട്ടെ. ഒരു ടോപ്പ് 1% എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ 1 കോടി എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. അതിന് ഈ ചിന്തകൾ തീർച്ചയായും സഹായിക്കും. ഈ പുസ്തകങ്ങൾ നിങ്ങൾ സമയമെടുത്ത് ഈ വർഷത്തിൽ ഈ പറയുന്ന 7-8 പുസ്തകങ്ങൾ